KCAയുടെ സമീപനം ഉണ്ടല്ലോ. ഇപ്പോൾ കേരള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള അവരുടെ സമീപനം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അവർ ഡേവ് വാറ്റ്മോറിനെ കോച്ചായിട്ട് കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ഞാനൊരു 30-35 കൊല്ലമായിട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത്, അല്ലേ? ഡേവ് വാറ്റ്മോറിനെ നമുക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം പൊതുവേ കേരളത്തിൻ്റെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചിന്തിച്ചിരുന്ന ഒരു വഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു റവല്യൂഷനായിരുന്നു. അത് എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഉണ്ടാവും. ഡേവ് വാറ്റ്മോർ എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ എനിക്ക് തോന്നുന്നു SRMCയിൽ ഒരു രമേശ് നമ്മളെ ഇതിൻ്റെ മുമ്പ് രമേശ് നമ്മൾ ഗെയിം ഡെവലപ്മെൻറ്റും KCAയിൽ വർക്ക് ചെയ്ത സമയത്ത് രമേശ് SRMCയിൽ എന്തോ ഉണ്ടായിരുന്നു. ആ സമയത്തിൽ എന്തോ ഒരു കണക്ഷൻ അങ്ങനെ എന്തോ ഡേവ് വാറ്റ്മോറായിട്ട് കിട്ടിയെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അങ്ങനെ കിട്ടി, അത് അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നു, ഡേവ് വാറ്റ്മോർക്ക് വരാൻ പറ്റുന്നു. അപ്പോൾ നമുക്കൊരു വേൾഡ് കപ്പ് വിന്നിങ് ഒരു കോച്ച് കേരള ടീമിൻ്റെ കൂടെ പുറത്ത് ഉള്ള സ്റ്റേറ്റിലുള്ള പ്ലേയേഴ്സും ആ ഒരു റെസ്പെക്ട് ചെയ്യുന്നത് ഇവരുടെ കളി ഒന്ന് പഴയ പോലെ ആയിരിക്കില്ല എന്നൊരു തോന്നാം. പിന്നെ അതിനെ എങ്ങനെ ഇറ്റ്സ് ഓൾ അബൌട്ട് എനി കോച്ചസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഡേവ് വാറ്റ്മോർ വന്നിട്ട് നമ്മളൊരു ടീമിൽ ഏതെങ്കിലും പ്ലെയറോട് അടുത്ത ലെവലിലെ കാലിബർ ബാറ്റിംഗ് നിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി പംപ്ഡ് അപ്പ് അല്ലേ? കാരണം അയാൾ വെറുതെ എന്തായാലും പറയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നാളെ മുതൽ അടുത്ത ലെവലിലേക്കുള്ള പ്രാക്ടീസ് നമ്മൾ ഈ ഒരു സിസ്റ്റം തന്നെയാണ് എല്ലാ കോച്ചസും ഫോളോ ചെയ്യുന്നത്.